ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഡിഫറെൻ്റ് രീതിയിലുള്ള ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ചൈന ഗ്രാസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ചൈന ഗ്രാസ് ലുലു മാളിൽ നിന്ന് എൻ്റെ മരുമോൾ എനിക്ക് മേടിച്ചു തന്നതാണ്. മിറോൺ എന്ന കമ്പനിയുടെ ചൈന ഗ്രാസാണിത്. ചൈന ഗ്രാസ് ഒരു 100 ഗ്രാം എടുത്ത് ഇതിന് ആകെ വേണ്ടത് 2 കവർ പാല്, പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, ചൈന ഗ്രാസ് കത്രിക വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ചൈന ഗ്രാസ് എങ്ങനെയാണ് വെള്ളത്തിലിട്ട് മെൽറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട്, വലുതായിട്ട് ഇടുകയാണെങ്കിൽ മെൽറ്റ് ആവാൻ താമസിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 100 ഗ്രാം ചൈന ഗ്രാസാണ് വേണ്ടത് 2 കവർ പാലിൽ. ഞാൻ ചെറിയ പീസാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം എടുത്ത് അതിലോട്ട് ഒരു 5 മിനിറ്റ് കുതിരാൻ വെക്കണം. കുറച്ച് നേരം അത് വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കണം. ഞാൻ പാൽ അടുപ്പത്ത് വെച്ച് തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. രണ്ട് കവർ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ ഈ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിൽ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ ഇതിലാണ് ഇടുന്നത്. ഇത് ഏകദേശം ഒന്ന് വടിച്ചെടുത്താൽ മതി. ഇതിട്ട് കൊടുക്കാം പാലിൽ. നല്ലവണ്ണം തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ച് ഇതൊന്ന് മിനിറ്റാക്കാൻ പറ്റണം. പാലിളക്കി കുറച്ചെടുത്ത് മധുരം മതിയോ എന്ന് നോക്കണം. മധുരം കറക്റ്റുണ്ട്. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, കുറവ് വേണമെങ്കിൽ കുറച്ചിടാം. ഞാൻ ഒരളവിലിട്ട് ഈ അളവാണ് കാണിച്ചതെന്ന് അതിലിട്ടിട്ടുണ്ട്. ചൈന ഗ്രാസ് കുറച്ച് നേരം ഇങ്ങനെ ആകുമ്പം മെൽറ്റായി വരും. നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി പാൽ ഇച്ചിരി നേരത്തേക്ക് ഒന്ന് തീ കുറച്ച് വെച്ചതിന് ശേഷം ഈ മെൽറ്റായി വന്ന ഇത് പതുക്കെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ചൂടോടെ ഒഴിച്ചാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളത്. ഞാനിപ്പോൾ എടുത്തപ്പോൾ അതിൽ കട്ടയൊന്നും ഇല്ലായിരുന്നുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഒഴിച്ചത്. അരിച്ചൊഴിച്ചു കൊടുക്കണം. നല്ലവണ്ണം ഇളക്കി നല്ല കുറുക്കി എടുക്കണം. കുറച്ചധികം ഉള്ളതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലും കൂടി മാറ്റിയിരിക്കുകയാണ്. അല്ലെങ്കിൽ പൊങ്ങിപ്പോകും. ഒരെണ്ണത്തിൽ ഞാൻ പച്ച കളറാണ് ചേർക്കുന്നത്. നല്ല ഇടക്ക് നല്ലപോലെ കലക്കി കൊടുക്കണം. നല്ല കട്ടിയായാൽ
പീസായി കിട്ടുള്ളൂ. ഇതിൽ ഞാൻ റോസ് കളറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലൊന്നും കളറൊന്നും ഇടാതെ വാനില എസൻസ് ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. വെള്ള കളറായിരിക്കും എന്നേ ഉള്ളൂ. ഇനി ഇത് അങ്ങനെ ഒരു പാത്രത്തിലോ എല്ലാത്തിലും ഇങ്ങനെ വെച്ച് കട്ടിയാവണുണ്ടാന്ന് നോക്കണം. 1 മിനിറ്റ് വെച്ച് നോക്കണം. അതുപോലെ ചെറിയൊരു പാത്രം എടുത്ത് അതിൽ ഇച്ചിരി ഇങ്ങനെ വെച്ച് വെയിറ്റ് ചെയ്യണം. കട്ടിയാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവും പരുവമായിട്ടുണ്ടെന്ന്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ഇതാണ്. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇത് ഡിസേർട്ടായിട്ട് കൊടുക്കണം, നല്ലതാണ്. ഇപ്പോൾ നല്ല പരുവമായിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് ഇട്ട് ഞാൻ കുറുക്കിയെടുത്തത് കൊണ്ട് നല്ല പരുവമായിട്ടുണ്ട്. ഇനി ഇതെടുത്ത് പാത്രങ്ങളിലോട്ട് ഇടണം. ഞാൻ 2-3 പാത്രം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് തടവിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ അടി കട്ടിയായിട്ടിരിക്കും. ചെറിയ പാത്രത്തിൽ ഇതിട്ട് കൊടുക്കാം. ഇനി ഇത് ഈ 2 പാത്രങ്ങളിലും ഇട്ട് കൊടുക്കും. ബിസ്മില്ലാഹിർ. പിന്നെ ഇത് ഒരു 2-3-4 മണിക്കൂർ നല്ലപോലെ സെറ്റാവാൻ വെച്ചേക്കണം. അതിനു മുമ്പ് ഈ അണ്ടിപ്പരിപ്പ് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് കുറച്ച് ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കണം മുകളിൽ. ഇത് ഞാൻ ചെറിയ പാത്രത്തിൽ ഇട്ടിട്ട് നോക്കി കറക്റ്റായാൽ നോക്കിയതാണ്. കണ്ടോ, കട്ടിയായി വന്നിട്ടുണ്ട്. ഇതാണ് പരുവം. ഇനി ഇത് സെറ്റാകുമ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാം. ഇത് 2 തരത്തിലുണ്ടായ ഫാലൂദയും സെറ്റായി കഴിഞ്ഞു. ഇനി ഇത് ഒന്ന് മുറിച്ച് ഒരു പീസാക്കി എടുക്കാം. കണ്ടോ, ഇങ്ങനെ എല്ലാം പച്ചയും ഇതുമൊക്കെ ഒരു പീസായിട്ട് എടുത്ത് കഴിക്കണം. നല്ല ടേസ്റ്റാണ്. നല്ല രുചിയുള്ള ഫാലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇത് നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.